ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗോ ആഡ് എന്ന ഡ്രാമയിലെ 20th എപ്പിസോഡാണ്. ജിജിയാനും ശീശോയും ലിങ്ങും കൂടി ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയപ്പോൾ ജിജിയാൻ ലിങ്ങിന് ഒരു ചിക്കൻ പീസ് എടുത്ത് കൊടുക്കുമ്പോൾ ശീശോ നോക്കുന്നുണ്ട് ജിജിയാനെ. ശീശോയുടെ നോട്ടം കണ്ട് ജിജിയാൻ അവനും ചിക്കൻ പീസെല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട്. അതും പോരാ എന്ന് പറഞ്ഞിട്ട് അവൾ കുറേ ചിക്കൻ പീസെല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട്. ടാങ്സാൻ ശീശോയുടെ ഫ്രണ്ടിനോട് അവളെ ഇഷ്ടം തുറന്നു പറയുമ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കാണുമ്പോൾ ചീലിങ്ങിൻ്റെ പിക്കായിരുന്നു അത്. അത് കണ്ടയുടൻ ടാങ്സാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. ജിജിയാൻ്റെ വീട്ടിൽ ആരുമില്ലാത്തത് കാരണം ജിജിയാനും ലിങ്ങും അവിടെ ഇരുന്ന് റൊമാൻസ് ചെയ്യുമ്പോഴാണ് ജിജിയാൻ്റെ അച്ഛൻ വരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും മാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ജിജിയാൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളിവിടെ എന്ത് ചെയ്യുകയാണ്? ഞാനും ഇവിടെ വന്ന് ഇരിക്കാവോ എന്നെല്ലാം അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിജിയാൻ പറയുന്നുണ്ട്, അച്ഛനിരുന്നു, ഞങ്ങളിവിടെ ഒന്നും ചെയ്തില്ല, ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു എന്നെല്ലാം അച്ഛനോട് പറയുന്നുണ്ട്. ചീലിങ്ങിനെ അമ്മ വിളിച്ച് എപ്പോഴും പഠിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കും. എന്നിട്ട് ചീലിങ്ങിനോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ എനിക്കിഷ്ടമുള്ളത് മാത്രം നീ ആയാൽ മതി, നീ നിനക്കിന് ഇഷ്ടമുള്ള പോലെ റിപ്പോർട്ടർ ആവണ്ട എന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് കോൾ കട്ടാക്കുന്നുണ്ട്. അത് കേട്ട് സങ്കടം സഹിക്കാനാവാതെ ചീലിൻ അവിടെ ഇരുന്ന് ഒരുപാട് കരയുന്നുണ്ട്. ശീശോയുടെ അമ്മ അവരുടെ മകനെ കൂട്ടി ജിജിയാൻ്റെ അച്ഛൻ്റെ ഷോപ്പിൽ ഭക്ഷണം കഴിക്കാൻ പോയി അവരുടെ മകന് ഭക്ഷണമെല്ലാം വാരി കൊടുക്കുന്നുണ്ട്. അവൻ്റെ മകനെ കണ്ടപ്പോൾ ജിജിയാൻ്റെ അച്ഛന് സംശയമെല്ലാം തോന്നുന്നുണ്ട്, അത് ശീശോയുടെ അമ്മയുടെ മകൻ തന്നെയാണോ എന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അത് എൻ്റെ മകൻ തന്നെയാണ് എന്നെല്ലാം. ഇവിടെ ശീശോയാണെങ്കിൽ ശീശോയെ അമ്മ ഒഴിവാക്കിയത് കാരണം അവൻ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഫോണെല്ലാം എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ട്. അതെല്ലാം കണ്ടുനിന്ന് ജിജിയാൻ അവനെ സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുകയാണ്. അവരെല്ലാവരും അവനെ അന്വേഷിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് അവൾ ജിജിയാൻ്റെ അച്ഛനെ വിളിച്ച് പറയുന്നത് ശീശോയെ ഇങ്ങനെ കാണുന്നില്ല എന്നുള്ള കാര്യമെല്ലാം. ശീശോയാണെങ്കിൽ ശീശോയുടെ അമ്മയുടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെയെല്ലാം അടിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ ഒഴിവാക്കിയത്, ഞാൻ നിങ്ങളുടെ മകനല്ലേ എന്നെല്ലാം ശീശോ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ശീശോ പഴയ കാര്യം ആലോചിക്കുന്നുണ്ട്. അവർ അച്ഛന് ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോഴാണ് അച്ഛൻ ശീശോയോട് പറയുന്നത്, നിൻ്റെ അമ്മ അങ്ങനത്തെ ഒരു സ്ത്രീയാണ്, അതുകൊണ്ടാണ് നിൻ്റെ അമ്മയെ ഞാൻ ഒഴിവാക്കിയത് എന്നെല്ലാം അത് പറയുന്നുണ്ട്. ഇവിടെ ജിജിയാനും നിന്നും ശീശോയെ ഒരുപാട് സമാധാനിപ്പിക്കുന്നുണ്ട്. ശീശോ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ശീശോയുടെ അമ്മ വരുന്നത്. ശീശോയുടെ അമ്മയോട് അവൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ എന്നെ ഒഴിവാക്കിയത്, ഞാൻ എന്താ നിങ്ങളോട് ചെയ്തത്, നിങ്ങളുടെ മകനല്ലേ ഞാൻ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിജിയാൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, മതി ശീശോ, നമുക്ക് പോകാം. അവർ പോയതിനു ശേഷം ശീശോയുടെ അമ്മ അവിടെ ഇരുന്ന് ഒരുപാട് കരയുന്നുണ്ട്. ജിജിയാൻ്റെ അച്ഛൻ അവർ 3 പേരും കൂട്ടി അവർ വീട്ടിലേക്ക് പോകുകയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് അവർ എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ജിജിയാൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നീ അങ്ങനെ ചെയ്തത് വളരെ തെറ്റാണ്. എന്നിട്ട് എല്ലാ കാര്യങ്ങളും ജിജിയാൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശീശോയുടെ അമ്മ ആദ്യം ജോലി ചെയ്യുന്ന സ്ഥലത്തെ അവിടുത്തെ ഓണറിൻ്റെ ഭാര്യ വന്ന് ശീശോയുടെ അമ്മയോട് ഒരുപാട് വഴക്കുണ്ടാക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിന് നീയല്ലേ തട്ടിയെടുക്കാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞ് ശീശോയുടെ അമ്മയോട് ഒരുപാട് വഴക്കുണ്ടാക്കുകയാണ്. അതെല്ലാം കണ്ട് ഓണർ അവരെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഓണർ ശീശോയുടെ അമ്മയോട് പറയുന്നുണ്ട്, ഇനി നിനക്ക് ഇവിടെ ജോലി തരാൻ കഴിയില്ല എന്നെല്ലാം പറഞ്ഞ് അവരെ അവിടെ നിന്ന് പുറത്താക്കുകയാണ്. അവരെ അമ്മ നിൽക്കുന്ന റൂമിലത്തെ ആളാണെങ്കിൽ പൈസ തരാതെ ഇനി ഇവിടേക്ക് കയറണ്ട എന്നെല്ലാം പറഞ്ഞു. ഇതെല്ലാം കൊണ്ട് അമ്മ ഒരുപാട് വിഷമിച്ചിരുന്നു. ഇതെല്ലാം കാരണമാണ് അമ്മ നിന്നെ കാണാൻ വരാത്തത് എന്നെല്ലാം ജിജിയാൻ്റെ അച്ഛൻ ശീശോയോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടപ്പോൾ ശീശോ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ശീശോയുടെ ഫ്രണ്ടാണെങ്കിൽ ചീലിങ്ങിൻ്റെ അടുത്ത് പോയിരുന്ന്
അവർ ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോഴാണ് സീഷയുടെ ഫ്രണ്ടിന് ചീലിക്കിനെ ഇഷ്ടമാണെന്ന സത്യം വിളിച്ചു പറയുന്നത്. അത് കേട്ട് ചീലി ടെൻഷനായി എനിക്ക് നിന്നോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് അവനറിയാതെ അവിടെ നിന്ന് വേഗം ഓടി വരികയാണ്. ലിങ്ങും വേറെ ഡോക്ടറും കൂടി നടന്നു വരുമ്പോഴാണ് ലിങ് ചിച്ചിയാനെ കണ്ടയോട് അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നത് കാണുന്നത്. എന്നിട്ട് ലിങ് ആ ഡോക്ടറിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടാളും ഇപ്പോൾ ഇഷ്ടത്തിലാണ് എന്നെല്ലാം പറഞ്ഞ് അവർ അവിടെ നിന്ന് പോവുകയാണ്. ഇതെല്ലാം കണ്ട് ഡോക്ടർ ആകെ മൊത്തം കൺഫ്യൂഷനായി ഇരിക്കുകയാണ്. ആദ്യം ലിങ് പറഞ്ഞത് ലിങ്ങിൻ്റെ സിസ്റ്റർ എന്നാണ്. പിന്നെ പറഞ്ഞു ലിങ്ങിൻ്റെ സിസ്റ്ററിന് ലിങ്ങിൻ്റെ 2 വയസ്സിന് ഇളയതാണ്. ഇപ്പോൾ പറയുന്നത് ലിങ്ങിൻ്റെ സിസ്റ്ററിനെ അവൻ പ്രേമിക്കുകയാണെന്ന്. എന്തല്ലോ ഒരു കഥ എന്നെല്ലാം പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവുകയാണ്. സീഷയുടെ ഫ്രണ്ട് ചീലിങ്ങിനോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞതും ടങ്സാന് സീഷയുടെ ഫ്രണ്ടിനെ ഇഷ്ടമുള്ളത് അറിഞ്ഞിട്ടും ചീലിങ്ങിന് ഒരുപാട് ടെൻഷനായിരിക്കുന്നു. ടങ്സാൻ്റെ ഫേസ് എങ്ങനെ നോക്കുമെന്ന് അറിയാതെ ചീലിങ് പുറത്ത് നിൽക്കുമ്പോഴാണ് ജിജിയാൻ അവിടേക്ക് വരുന്നത്. ജിജിയാൻ ചീലിങ്ങിനോട് അകത്തേക്ക് കയറാൻ പറയുമ്പോൾ ചീലിങ് ഈ കാര്യമെല്ലാം പറയുന്നുണ്ട്. ടങ്സാന് ഇഷ്ടമായ സീഷയുടെ ഫ്രണ്ടിന് എന്നെയാണ് ഇഷ്ടം. അപ്പോൾ ജിജിയാൻ ചോദിക്കുന്നുണ്ട്, നീ എന്നാണ് അവനോട് പറഞ്ഞത്? അപ്പോൾ ചീലിങ് പറയുന്നുണ്ട്, എനിക്ക് ഒരിക്കലും നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല, എൻ്റെ ഫ്രണ്ടിന് നിന്നെ ഇഷ്ടമാണ് എന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജിജിയാൻ പറയുന്നുണ്ട്, അതാണ് നല്ലത് എന്നെല്ലാം പറഞ്ഞ് ജിജിയാൻ ചീലിങ്ങിനെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാമാണ് ഗോ അഹെഡ് എന്ന ഡ്രാമയിലെ 20th എപ്പിസോഡിലുള്ളത്.